ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ നല്ല പുതിനയില ചായ കൂടി കുടിച്ചാലോ എന്നൊരു ആഗ്രഹം തോന്നിയത്. പുതിനയില ചായ ആക്കാൻ നോക്കുമ്പോൾ പുതിനയില ഇല്ല, ഉണ്ടായിരുന്നത് മല്ലിയിലയായിരുന്നു. അപ്പോൾ മല്ലിയില വെച്ചിട്ട് നമുക്ക് നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയാലോ. അങ്ങനെ മല്ലിയില ചായ ഉണ്ടാക്കി. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ മല്ലിയിലേൻ്റെ. മല്ലിയില ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് ആദ്യം ഗ്ലാസ്സിലേക്ക് ഇട്ട് പുളിനാരങ്ങ പിഴിഞ്ഞ് കട്ടൻ ചായയും കൂടി ഒഴിക്കുന്നത്. അപ്പം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ കെച്ചപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല എരിവുള്ള തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫ്രഞ്ച് ഫ്രൈസ് ഒരു വാഴയിലിട്ട് അതിൻ്റെ സൈഡിൽ നല്ല എരിവുള്ള തേങ്ങാ ചമ്മന്തിയും കൂടെ നല്ല ചൂടുള്ള മല്ലിയില ചായയും കൂടി ആയപ്പോൾ ആ കോമ്പിനേഷൻ കംപ്ലീറ്റ് ആയിട്ടാ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ തേങ്ങാ ചമ്മന്തിയും കൂടി ട്രൈ ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ചായ കൂടി ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി നമ്മളെല്ലാവരും കൂടി വട്ടത്തിലിരുന്നാണ് കേട്ടോ ചായ കുടിച്ചത്. ചെയ്യൂസും മറിയും ഒക്കെ കൂടി നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ.